ഇന്ത്യ അമേരിക്ക ബന്ധം ഒരു വശത്ത് വഷളാകുന്നതിനിടയിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ പിന്തുണ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം. അപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ തേടാം. ഈ വിഷയത്തിൽ കൂടുതൽ വിശകലനങ്ങളുമായി ഇന്ന് നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ PM നാരായണനാണ്. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം ശ്രീ PM നാരായണൻ, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. താങ്ക് യു. ഗുഡ് മോർണിംഗ്. നന്ദി. ഗുഡ് മോർണിംഗ് ശ്രീ PM നാരായണൻ, ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ ഇപ്പോൾ ഒത്തിരി വിഷയങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം ലോകത്ത് ജിയോ പൊളിറ്റിക്സ് മാറുന്നോ എന്ന് പോലും ഒരു സംശയമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഞാനിപ്പോൾ തുടങ്ങുന്നത് ഇന്ത്യ ചൈന റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ 7 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലാണ്. 2 ദിവസങ്ങൾക്കപ്പുറം അദ്ദേഹം ചൈനയിലേക്ക് പോവുകയാണ്. SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് പോകുന്നത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ചൈന സന്ദർശനത്തിന് പല മാനങ്ങളും ഉണ്ടല്ലോ ശ്രീ PM നാരായണൻ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ. കാരണം ഈ ഗാൽവാൻ സംഘർഷത്തിനൊക്കെ ശേഷം അടഞ്ഞിരുന്ന ഒരു ബന്ധം അത് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. ഇവിടെ എത്തി നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ഏജന്റുമായി അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്നു, ചർച്ചകൾ നടത്തുന്നു. മറ്റ് വിഷയങ്ങളിലൊക്കെ വീണ്ടും ചെറിയ രീതിയിലുള്ള കയറ്റിറക്കുമതികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ബന്ധം വീണ്ടും ഊഷ്മളമാവുകയാണോ ഇന്ത്യ ചൈന ബന്ധം? എങ്ങനെ നമുക്ക് വിലയിരുത്താം ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനത്തെ? ഓക്കെ, ഈ ട്രംപ് ശാപം ഉപകാരം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾക്കിപ്പം കാര്യങ്ങൾ നീങ്ങുന്നത്. അതായത് ട്രംപിൻ്റെ തീരുവ എന്നത് ലോകത്തെ എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. ഇന്ത്യയെ അത് പ്രത്യേകിച്ചും കൂടുതൽ ബാധിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യക്ക് ഏഷ്യയിൽ ഇപ്പോൾ ഉള്ള ഒരു റിലേഷൻഷിപ്പിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകിച്ച് ചൈനയുമായിട്ടുള്ള. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സന്ദർശനം വളരെ പ്രധാനമാണ്. പ്രധാനമന്ത്രി മോദി ഈ 7 വർഷത്തിന് ശേഷമാണ് ചൈനയിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നിരുന്നു, ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഗാൽവാൻ പ്രതിസന്ധി വന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ കോവിഡിന് ശേഷമുള്ള കുറച്ച് സമയത്തും ചൈനയുമായി ഇന്ത്യയുടെ ബന്ധം അത്ര സുഖകരമല്ലായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഉർവശി ശാപം ചിലപ്പോൾ ഉപകാരമാവുന്നത് പോലെ ഈ ട്രംപിൻ്റെ പുഷിങ്, ഇന്ത്യക്ക് മേലുള്ള സമ്മർദ്ദം ഇന്ത്യയെ മറ്റ് പല വഴികളും തേടാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മോദി തീർച്ചയായിട്ടും ജപ്പാനിലും അതിനുശേഷം ചൈനയിലേക്കും പോകുന്നത്. ഇത് വലിയൊരു സാധ്യത നമ്മൾക്ക് മുമ്പിൽ തുറന്നിടുന്നുണ്ട്. പക്ഷേ ഇത് ഇന്ത്യ ചൈന പ്രശ്നം ഒരു SCO സമ്മിറ്റിലോ അല്ലെങ്കിൽ ഒരു ഒറ്റ ഇരുത്തത്തിലോ ഒന്നും തീർക്കാവുന്ന ഒരു പ്രശ്നമല്ല. അതിന് ഒരുപാട് ചരിത്രപരമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ ബോർഡർ ഇഷ്യൂ വലിയൊരു ഒരു പ്രശ്നം തന്നെയാണ്. പറഞ്ഞതുപോലെ ഇപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച അത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുൻപും പലവട്ടം പല ചർച്ചകൾ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു പോക്കിൽ ഈ അതിർത്തി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു ചർച്ചയുണ്ടാകുമെന്നും അതിലൊരു സമവായത്തിലേക്കൊക്കെ എത്തുമെന്നും കേൾക്കുന്നു. അത് എത്ര കണ്ട് വിശ്വസനീയമാണ് ശ്രീ PM നാരായണൻ? അതിർത്തി നിർണ്ണയമായുള്ള ചർച്ചകൾ കുറേ കാലങ്ങളായിട്ട് ചൈനയുമായി നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഈ മീറ്റിംഗ് കൊണ്ട് മാത്രം അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരമുണ്ടാകുമെന്ന് പ്രതീക്ഷ നമുക്കില്ല. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ചൈനയ്ക്ക് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ, ഇപ്പോൾ റഷ്യയുമായി ഇന്ത്യയേക്കാൾ കൂടുതൽ നീളത്തിൽ അതിർത്തിയുണ്ട്. അത് 2008-2009 കാലത്തോടെ ചൈന റഷ്യയുമായിട്ടുള്ള എല്ലാ അതിർത്തി പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള അതിർത്തി പ്രശ്നങ്ങളും ചൈനയ്ക്ക് തീർക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യ ചൈന റിലേഷൻ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷനാണ്. ചൈനയും ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ ചൈനയ്ക്കുള്ള ട്രേഡ് സർപ്ലസ് എന്നത് ഏകദേശം $90 ബില്യൺ ആണ്. അതായത് ചൈനയ്ക്ക് ഇന്ത്യയുമായി വ്യാപാരം നടത്തുന്നത് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചൈന പലപ്പോഴും ഒരു പൊളിറ്റിക്കൽ റൈവൽ ആയി ഇന്ത്യയെ കാണുകയാണെങ്കിൽ പോലും അതിനെ ഒരു വ്യാപാരത്തിൻ്റെ മറ്റ് മേഖലയിലൂടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ചൈനയുടെ ഒരു സൗഹൃദ പട്ടികയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളും ഇത്തരത്തിലുള്ള സംഭാഷണങ്ങളും പലപ്പോഴും ഇരു രാജ്യങ്ങൾക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യും. പക്ഷേ അതിനൊരു കാറ്റലിസ്റ്റായിട്ട്, ഒരു രാസപ്രയോഗമായിട്ട് ഇപ്പോൾ വർത്തിച്ചത് ട്രംപാണ് എന്നുള്ളതാണ് നമ്മൾക്ക് മുമ്പിലുള്ളൊരു വസ്തുത. ശ്രീ PM നാരായണൻ, ഇനിയിപ്പോൾ എൻ്റെ ഒരു അടുത്ത ചോദ്യം, എനിക്കത് കറക്റ്റായിട്ട് ഇനിയും എനിക്കത് ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റിയിട്ടില്ല. കുറേ സംശയങ്ങൾ ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. ഇപ്പോൾ ഒന്നാമത്തേത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശനം നടത്തിയിരുന്നു. മഹാബലിപുരത്ത് വെച്ചുള്ള അവരുടെ കൂടിക്കാഴ്ചകളൊക്കെ നടന്നു. പിന്നീട് ഈ ഗാൽവാൻ സംഘർഷം വരുന്നു. പിന്നീട് ആ 2 രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ സ്റ്റോപ്പ് ആവുകയാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം അവിടേക്ക് പോകുന്നു. അതൊരു വശത്ത്. ഈ
ജോ ബൈഡനും ഈ ഷീ ജിൻപിങ്ങും തമ്മിൽ നല്ല റിലേഷൻഷിപ്പിലായിരുന്നില്ല. ചൈന അമേരിക്ക ബന്ധം വഷളായിരുന്നു. പക്ഷേ ട്രംപ് ഇപ്പോൾ ചൈനയുമായി സ്വീകരിക്കുന്നത് ആ ഒരു നിലപാടല്ല. ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും ഇന്ത്യ അടക്കം, ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാലും ഇവിടെ 50% അധിക തീരുവ ചുമത്തി. പക്ഷേ ചൈനയ്ക്ക് ചുമത്തിയ നികുതി അദ്ദേഹം കുറയ്ക്കുകയും ഒക്കെയും ചെയ്തു. അടുത്ത ദിവസങ്ങളിലായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിനും ഈ കിം ജോങ് ഉന്നും ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നും ചൈനയിലേക്ക് സന്ദർശനം നടത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം കഴിഞ്ഞിട്ട് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനയിലേക്ക് പോകുന്നു. ട്രംപിനും ചൈനയോടൊരു അനുകൂല നിലപാടുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ കൂടി ക്രോഡീകരിക്കുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം ശ്രീ PM നാരായണൻ? ഒരു ജിയോ പൊളിറ്റിക്സ് മാറുകയാണോ ഇവിടെ? ഒരു ജിയോ പൊളിറ്റിക്സിൽ വലിയ രീതിയിലുള്ളൊരു മാറ്റം നടക്കുന്നുണ്ട് ലോകത്തും. അതിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് കാണേണ്ടത് അമേരിക്കയുടെ ഒരു തരത്തിലുള്ള ഇൻഡയറക്റ്റ് ഡിക്ലൈൻ തന്നെയാണ്. അതിന് യാതൊരു സംശയവുമില്ല. ഞാനതിൻ്റെ ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് പറയാം. നമ്മൾ കഴിഞ്ഞൊരു 30-40 വർഷത്തെ ജിയോ പൊളിറ്റിക്സിൻ്റെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ഒരു ആധിപത്യം എല്ലാ കാലത്തും നിലനിന്നുണ്ടായിരുന്നു. അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച ചില പൊളിറ്റിക്കൽ റിഫോംസ് അല്ലെങ്കിൽ ഇക്കണോമിക് സ്ട്രക്ചേഴ്സിനെയാണ് അമേരിക്ക തന്നെ ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. കേരളത്തിലൊക്കെ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അറിയാം, ഈ WTO, GATT, അതായത് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ്, അതായത് പൊതുവായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു 90കളുടെ തുടക്കത്തിൽ. അതേ ജനറൽ എഗ്രിമെൻറ്റിനെയാണ് ഇപ്പോൾ അമേരിക്ക തന്നെ അട്ടിമറിച്ച് ഒരു സ്പെസിഫിക് ആയിട്ട് ഓരോ രാജ്യങ്ങൾക്കുമായി പ്രത്യേകം എഗ്രിമെൻ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ചൈന ചുവട് മാറ്റുന്നത്. അതിനുള്ളൊരു പ്രധാന കാരണമെന്നത് ഈ ജനറൽ എഗ്രിമെൻ്റ് കൊണ്ട് അമേരിക്കയേക്കാൾ കൂടുതൽ മറ്റ് രാജ്യങ്ങൾക്കാണ് ഗുണമുണ്ടായത്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ, അതായത് രാജ്യം വിപണനത്തിനായി മാർക്കറ്റ് തുറന്നു കൊടുത്തുകൂടെ ഇന്ത്യക്കും ചൈനയ്ക്കും ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കും ഗുണമുണ്ടായി. ഈ ഷിഫ്റ്റ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ഷിഫ്റ്റ് കൊണ്ടാണ് അമേരിക്കയുടെ ഒരു ഗ്രാവിറ്റി ലോക പൊളിറ്റിക്സിൽ കുറഞ്ഞു വരുന്നതും അതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടായിട്ട് നമുക്ക് ചൈനയുടെ ഒരു ഗ്രാജുവൽ അപ്രൈസിങ് നമുക്ക് കാണുന്നതും. ഈ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു ധ്രുവീകരണം ലോക ജിയോ പൊളിറ്റിക്സിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ സംഘർഷഭരിതമായ ഒരു കാലമാണ്. കാരണം ഏത് ഗ്രൂപ്പിനൊപ്പം നിൽക്കണം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ചൈന എന്നുള്ളത് ഒരു ഏകാധിപത്യ രാജ്യമാണ്. അതേസമയം ജനാധിപത്യവുമായി ചേർത്ത് വായിക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് US-നോടാണ്. പക്ഷേ US-ൻ്റെ ഈ അടുത്ത കാലത്തെ ചില നിലപാടുകൾ ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഗ്ലോബൽ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒരു പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ വളരെ വ്യക്തമായി കാണുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പറയാനുള്ളത്. പക്ഷേ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ ട്രംപ് എന്നുള്ളത് അമേരിക്കയിൽ ഒരു പ്രത്യേക പ്രതിഭാസമായിട്ട് വേണം നമുക്ക് കാണാൻ വേണ്ടത്. ട്രംപ് വന്നത് തന്നെ ഇപ്പം അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന് പറയുന്ന പോലെ ട്രംപ് ജയിച്ചു വന്നത് തന്നെ 2 യുദ്ധം ഞാൻ 24 മണിക്കൂറിനുള്ളിൽ നിർത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. ഈ 2 യുദ്ധം എന്താണ് ഇപ്പോൾ നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉക്രൈൻ റഷ്യ യുദ്ധവും ഗാസയിലെ ഇസ്രായേൽ വാറും. 2 നിർത്താനോ അതിൽ ഒന്ന് ഇടപെടാൻ പോലും ട്രംപിന് ഇതുവരെ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വഴിയിൽ വീണ് കിട്ടിയ ഒരു ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധം അദ്ദേഹത്തിന് കിട്ടുകയും അത് താനാണ് നിർത്തിയത് എന്നുള്ള ഒരു പൊങ്ങച്ചം പറച്ചിൽ നടത്തുകയും അതിനെ ഇന്ത്യ അംഗീകരിക്കാതിരിക്കുകയും ഇത്തരത്തിലുള്ള ഒരു ട്രംപിൻ്റെ ഒരു പേഴ്സണൽ ഈഗോ കൂടി ഇതിൽ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഇന്ത്യ അമേരിക്ക വിഷയം ഇത്രയും വഷളാവാനുള്ള പ്രധാന കാരണമായി ഞാൻ കാണുന്നത്. യെസ്, ഇപ്പോൾ ഈ ട്രംപിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വന്ന ശ്രീ PM നാരായണൻ, ഇപ്പോൾ ഇന്ത്യക്ക് മേൽ ഇത്രയും നികുതി ചുമത്തിയിട്ടുണ്ട്. പലവട്ടം പല ചർച്ചകളൊക്കെ നടത്തിയിട്ടും ഈ വിട്ടുവീഴ്ചയ്ക്ക് 2 രാജ്യങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മോദി തന്നെ പറഞ്ഞു ഇവിടുത്തെ കാർഷിക വൃത്തി അല്ലെങ്കിൽ കർഷകരെ ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഒരു തരത്തിലൊരു ഒത്തുതീർപ്പിനും ഈ രാജ്യം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ സംഭവം വ്യക്തമാണ്. ഇനിയിപ്പോൾ വലിയൊരു ചർച്ചയ്ക്കുള്ള സ്കോപ്പും കാണുന്നില്ല 2 രാജ്യങ്ങളും നിലപാട് മാറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഈ ഇന്ത്യക്കെതിരെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പോൾ ട്രംപ് ആവട്ടെ, കഴിഞ്ഞ ദിവസത്തെ പീറ്റർ നവാരോയുടെ പ്രസ്താവനകളൊക്കെ ആകട്ടെ, ഇന്ത്യ വിരുദ്ധമാണ്. പ്രത്യേകിച്ച് യുക്രൈൻ യുദ്ധത്തിന് ഇന്ത്യ പണം നൽകുന്നു എന്ന രീതിയിലാണ് പ്രതികരണങ്ങൾ വരുന്നത്. ഇപ്പോൾ ട്രംപ് അധികാരത്തിലുള്ള സമയത്തല്ല ഈ റഷ്യ യുക്രൈൻ വാർ ആരംഭിച്ചത്. പക്ഷേ അമേരിക്കയ്ക്ക് കൃത്യമായൊരു റോളുണ്ട് ആ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ. ജോ ബൈഡൻ കൃത്യമായി നേറ്റോ സഖ്യവും ജോ ബൈഡനും ഒക്കെ ചേർന്ന് ആയുധങ്ങൾ ആ രാജ്യത്തിന് എത്തിച്ചു നൽകിയത് കൊണ്ടാണ് ഇപ്പോഴും ഒരയവുമില്ലാതെ ഒരു തരത്തിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം 2 ഭരണാധികാരികളും സ്വീകരിക്കാതെ ആ യുദ്ധം നീണ്ടു പോകുന്നത്. അപ്പോൾ ട്രംപിന് ഏകപക്ഷീയമായി താൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല എന്നൊരു നിലപാടെടുക്കാനും പറ്റില്ല. ഈ
അമേരിക്ക എന്തുകൊണ്ട് അല്ലെങ്കിൽ ട്രംപ് എന്തുകൊണ്ടാണ് ഇപ്പം ഇന്ത്യയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് ശ്രീ പി എം നാരായണൻ? കാരണം മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞു തുടങ്ങി, ഇപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട് മോദി എൻ്റെ നല്ല സുഹൃത്താണെന്ന് പറയുന്നുണ്ട്. പക്ഷേ മറുവശത്തോടു കൂടി ഇവിടെ ഈ വലിയ രീതിയിൽ നമുക്ക് ചുങ്കം ഏർപ്പെടുത്തുന്നു, ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങൾക്ക് അധിക തുക ഏർപ്പെടുത്തുന്നു, എന്നാൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾക്ക് പഴയ നികുതി താണ് വച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എങ്ങോട്ടാണ് പോകുന്നത് ശ്രീ പി എം നാരായണൻ? ശ്രീ, ഇതിലൊരു പ്രധാന വസ്തുതയായിട്ട് നമ്മൾ കാണേണ്ടത് 2 തരത്തിലുള്ള താരിഫ് ഇന്ത്യയുടെ മേൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, സാധാരണ ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്കെല്ലാം മേലെ ഏർപ്പെടുത്തിയ ഒരു റെസിപ്രോക്കൽ താരിഫ് എന്ന് പറയുന്ന ചുങ്കം. അതുകൂടാതെ ഇന്ത്യക്ക് മേൽ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നു എന്ന കാരണം മാത്രം പറഞ്ഞ് ഒരു 25% കൂടുതൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഈ അഡീഷണൽ ചാർജ് റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ താരിഫാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്നത്. ബാക്കി ഒരു 25% താരിഫോ അല്ലെങ്കിൽ 30% താരിഫോ ലോകത്ത് മറ്റ് രാജ്യങ്ങൾക്കെല്ലാം ഏർപ്പെടുത്തിയതുപോലെ ഇന്ത്യക്ക് മേലും ഏർപ്പെടുത്തുകയാണെങ്കിൽ അതിനെ ഈസിയായി സർവൈവ് ചെയ്യാൻ ഇന്ത്യക്കും കഴിയും. കാരണം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കടലിലെ വെള്ളം ഒരു പുഴയിലെ വെള്ളം പോലെയാണ്. പുഴയിലെ വെള്ളം പൊങ്ങുകയാണെങ്കിൽ ആ വെള്ളത്തിൽ നിൽക്കുന്ന എല്ലാ തോണികളും ഒരുപോലെ പൊങ്ങും. പക്ഷേ ഇവിടെ ഇന്ത്യക്ക് ഇപ്പോൾ ഡിസ്പ്രപ്പോർഷനേറ്റ്ലി ഒരു തരത്തിലുള്ള ഒരു ശിക്ഷ രീതി എന്ന നിലയിൽ 25% റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ഏർപ്പെടുത്തിയ ചുങ്കമാണ് ഇന്ത്യക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു തരത്തിലുള്ള പണിഷ്മെൻ്റാണ്. അത്തരത്തിലുള്ളൊരു പണിഷ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിന് പ്രതികരിക്കാതിരിക്കാൻ ഇന്ത്യക്ക് പറ്റില്ല. 1. 2, റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നത് ഇന്ത്യ മാത്രമല്ല, ടർക്കി വാങ്ങുന്നുണ്ട്, ചൈന വാങ്ങുന്നുണ്ട്, പക്ഷേ ഒട്ടനവധി രാജ്യങ്ങൾ റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങുന്നുണ്ട്. ഇത് മാത്രമല്ല, റഷ്യയിൽ നിന്നും ഓയിൽ വാങ്ങാൻ ഇന്ത്യയെ ഇൻഡയറക്ട്ലി സമ്മതിച്ച രാജ്യമാണ് അമേരിക്ക. ഇത് ഇന്നലെ അല്ലെങ്കിൽ കഴിഞ്ഞ മാസമോ അമേരിക്കയ്ക്ക് അറിയുന്നവരൊക്കെ, കഴിഞ്ഞ 2 വർഷമായിട്ട് 3 വർഷമായിട്ട് അമേരിക്കയ്ക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ ഇന്ത്യയെ കൊണ്ട് കുടുക്കി ഇന്ത്യയുടെ മേൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഒരു രീതി. ഇത് ഈ ഇന്ത്യക്ക് മേൽ മാത്രമല്ല. അപ്പോൾ നമ്മൾ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ തല്ലുക എന്നുള്ള രീതിയിലാണ് അമേരിക്കയുടെ ഒരു സ്വഭാവം. നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പം അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ നമുക്ക് ഒസാമ ബിൻ ലാഡനെ തെരഞ്ഞുകൊണ്ട് 20 വർഷം അഫ്ഗാനിസ്ഥാനിലാണ് തെരഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ പിടിച്ചത് പാകിസ്ഥാനിൽ നിന്നാണ്. പക്ഷേ നമുക്കറിയാവുന്നതാണ്, അതായത് നേരിട്ട് ഇൻഡയറക്ട്ലി ചില ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പൊളിറ്റിക്കൽ ആയും സാമ്പത്തികമായും സമ്മർദ്ദത്തിലാക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു സ്ഥിരം തന്ത്രമാണ്. ആ തന്ത്രത്തിൻ്റെ ഒരു ഇരയാണ് ഇന്ത്യ ഇപ്പോൾ. പക്ഷേ ഈ സന്ദർഭത്തേക്കെല്ലാം ഇന്ത്യ ഈസിയായി കടന്നു പോകും എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത് എന്നുള്ളത് ഒരു $1.4 ബില്യൺ പോപ്പുലേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പർച്ചേസിങ് പവർ വളരെ കൂടുതലാണ്, വലിയൊരു മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ അവഗണിക്കാവുന്ന ഒരു ശക്തിയല്ല ഇന്ത്യ. ഇത് അമേരിക്കയ്ക്കും ചൈനയ്ക്കും റഷ്യയ്ക്കും എല്ലാം വളരെ കൃത്യമായി അറിയാവുന്നതാണ്. പിന്നെ ഇവിടെ പ്രധാനമായി പറയാവുന്ന ഒരു കാര്യം കൂടെ ഉള്ളത്, ഇന്ത്യ റഷ്യ റിലേഷൻ എന്നത് ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള പല ചാലഞ്ചുകളെയും കടന്ന് സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഒരു റിലേഷനാണ്. അതായത് 71 വാറിൽ, ഇന്ത്യ പാകിസ്ഥാൻ വാറിനകത്ത് ഇന്ത്യയെ സഹായിച്ച രാജ്യമാണ് റഷ്യ. അതിനിങ്ങോട്ട് നോക്കുകയാണെങ്കിൽ 98 ഇപ്പം നമ്മൾ ഇന്ത്യൻ പൊഖറാൻ ടെസ്റ്റ് നടത്തിയതിനു ശേഷം ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അതിനെ സർവൈവ് ചെയ്യാനും റഷ്യ ഇന്ത്യയെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ റഷ്യ ഇന്ത്യ റിലേഷൻസ് ബാക്കി ഇറസ്പെക്റ്റീവ് ഓഫ് എനി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഇൻ ദ വേൾഡ് കൺസിസ്റ്റൻ്റ്ലി ഒരു നിലവാരത്തിൽ നിന്നുണ്ടായിരുന്നു. അതിനെ അമേരിക്കയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ ഒരു തരത്തിലും ഇന്ത്യ തയ്യാറല്ല. അതുകൂടി തന്നെയാണ് ഈ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ ചൊടിപ്പിന് കാരണം. പീറ്റർ നവാദോ എല്ലാം പറയുന്നത് ഇന്ത്യയാണ് റഷ്യ ഉക്രൈൻ വാറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ശുദ്ധ അസംബന്ധമാണിത്. ഒരു മിനിമം ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള ആർക്കും അംഗീകരിക്കാവുന്ന ഒരു വാദമല്ല അത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഇന്ത്യ നിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇപ്പോൾ ട്രംപ് ഇത്തരത്തിൽ പെരുമാറുന്നത്. യെസ്, ഓക്കെ, വ്യക്തമാണ്. ശ്രീ പി എം നാരായണൻ, വളരെയധികം നന്ദി ഞങ്ങൾക്കൊപ്പം ചേർന്നതിനും ഇത്രയും സമയം ചെലവഴിച്ചതിനും. അങ്ങേക്ക് നല്ലൊരു ദിവസവും ഒപ്പം നല്ലൊരു ഓണക്കാലം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.